കണ്ടതിന് ശേഷം സുരേഷേട്ടൻ പറഞ്ഞു ഗണേഷ് പൊളിച്ചു എന്നൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പം സുരേഷേട്ടൻ ഗണേശേട്ടൻ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യോ ഈ പടം കണ്ടതിന് ശേഷം എന്തെങ്കിലും? സുരേഷ് വീട്ടിൽ വെച്ചാൽ പടം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നീ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വിളിച്ചത് നീ നന്നായിരുന്നു, ഞാനത് പറഞ്ഞു, അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പം സായിയും ഗോകുലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നോട് ഫോണിൽ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നീ ആ പടത്തിൽ നന്നായിട്ടുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം ഞാനത് അങ്ങനെ പടം ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്രീസിയേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഏതൊരു കലാകാരനെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ്. ഇതിൽ നമ്മൾ വിട്ടുപോകാതെ ഞങ്ങളുടെ ഈ ഷൂട്ടിങ്ങിനിടയിൽ ഏറ്റവും വലിയൊരു വൈബ് ഉണ്ടാക്കിയത് അജുവാണ്. ഇന്ന് അജു ഇവിടെ ഇല്ലാത്തതിൻ്റെ വിഷമം എനിക്കുണ്ട്. അജുവാണ് ഇതിനിടയിൽ നിറഞ്ഞ ആ ചെറിയ മുറിക്കകത്ത് നിറഞ്ഞ തരൂ ഈ വീടിൻ്റെ ഐശ്വര്യം അജു എന്ന് നമുക്ക് പറയാൻ വേണം. അത്തരത്തിൽ ഈ വീടിൻ്റെ ഐശ്വര്യമായിട്ട് നിൽക്കുകയും ഓരോ ഞാനും ആ ബെഡിൽ കിടക്കുമ്പോൾ വരുന്ന സീനൊക്കെ ഉണ്ട്. അജു വന്ന് ബഹുമാനമൊക്കെ കാണിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ കളരിപ്പായിട്ട് വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഷൂട്ടിംഗ് കിടക്കുമ്പോൾ പറഞ്ഞ ശരിയാണ്, കുറേ സീനും കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഒരു സീനുണ്ടായിരുന്നു, എന്നെ വേറെ മറന്നു പോകാൻ പറ്റാത്ത രണ്ട് പേര്. ഒന്ന് മല്ലിക സുകുമാർ, മല്ലിക ചേച്ചിയാണ്. മല്ലിക ചേച്ചിയുടെ ഒരു ശബ്ദം, ഞങ്ങൾ ലളിത ചേച്ചിയാണ് കൊണ്ട് നോക്കാൻ പോയത്. പക്ഷേ ലളിത ചേച്ചി അപ്പോഴത്തേക്കും സുഖമില്ലാതെയായി. പക്ഷേ മല്ലിക ചേച്ചിയുടെ പ്രസൻസ് നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. ഈ ഒരു സീനുണ്ടായിരുന്നു, അതിൽ പറയുന്നത് ഈ അനാർക്കലിയുമായിട്ട് ഈ ഏലിയനുമായിട്ട് ഒരു സ്നേഹത്തിലെത്തും ഞാൻ. അപ്പോൾ ഇവർ പിന്നെ ഡോക്ടർ അലീന വരും, ഒരു സീനിൽ വരുന്നുള്ളൂ. അത് ഈ ക്ലബ്ബിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. പെട്ടെന്ന് അവരെ വശീകരിച്ചെടുത്തിട്ട് യവന്മാരെ രണ്ടു വെളിയിലാക്കും, കഥവിൻ്റെ വെളിയിലാവും. അപ്പോൾ ഇയാളൊക്കെ ആഹാരം കഴിക്കുന്ന ഇടയില്ല വിളി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാഘവൻ, മറ്റൊരു കഥാപാത്രം, രാഘവത്തിന് ശബ്ദം കൊടുത്താരാണെന്ന് എനിക്കറിയില്ല, ഇബ്രാഹിം എന്നൊരാളാണ്. വളരെ മനോഹരമാണ് രാഘവൻ. അതിലൊരു തമാശയായിട്ട് പറയുന്നുണ്ട്, നാസയിൽ നിന്ന് വന്ന ശമ്പളം കിട്ടാതെ വന്ന ഒരു കൊട്ടാരക്കരക്കാരൻ്റെ ഇരുന്നു ഞാനൊരു കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചതാ ഇവനെ എന്ന് പറയുന്നത്. അതൊക്കെ വേറെ രസകരമായ ഒരു പഞ്ചെന്ന് പറയുന്നത്. എൻ്റെ നാട്ടിൽ പത്തനാപുരത്തേക്ക് ഇപ്പോൾ ഭയങ്കര ഒരു ട്രോളുണ്ട്. എന്താണെന്നറിയാം, എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന രണ്ടാൾക്കാർ, ഞാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. ഒരാൾ ഒരു സാമാന്യവരാൾ, മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഒരു 120 കിലോ തൂക്കവും ഒരു 6 അടി പൊക്കവും കുഞ്ഞുങ്ങളുടെ മനസ്സുമുള്ള ഹാരിസ് എന്നൊരാളാണ് നോക്കുന്നത്. ഇതിൽ പറയുന്നുണ്ട് രണ്ടമ്മമാരും അത്ര ശരിയല്ല. പിന്നെ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇത് ആളുകൾ എഡിറ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് അവിടെ ഇപ്പോൾ ട്രോളാണ്. കാരണം തടിയൻ അവൻ എൻ്റെ ഒരു ബന്ധുവായിട്ട് വരും എന്നൊക്കെ പറയില്ലേ. ആ സാധനം എഡിറ്റ് ചെയ്തിട്ട് എൻ്റെ ഓഫീസിലെ കാര്യമായിട്ട് ഇട്ടിരിക്കുകയാണ്. കാരണം ഞാൻ അവരെ പറ്റി കമൻറ്റ് പറയുന്നത് അവരൊക്കെ പൊട്ടിശ്ശേരിയാണ്, സന്തോഷം. അവിടെ നാട്ടുകാരൻ ഉണ്ടാക്കിയ ഒരു ട്രോളാണത്. അതൊരു അറിയാതെ പറഞ്ഞു പോയൊരു സാധനമാണ്. അത് കറക്റ്റായിട്ട് സിങ് ചെയ്ത് നാട്ടുകാരെ കണ്ടപ്പോൾ കോറിലേറ്റ് ചെയ്യാണ്. ഗണേശേട്ടാ